നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് വലിയ വിഷയമാക്കി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില അഭിപ്രായങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കട്ടെ. താല്പര്യമുള്ളവർ കേട്ടാൽ മതി. ഒന്നാമത്തെ കാര്യം, അത് നമ്മുടെ ഇപ്പോൾ KPCC പ്രസിഡൻ്റായിട്ടുള്ള ഇപ്പോൾ പേരാവൂർ MLA ആയിട്ടുള്ള, ഇപ്പോൾ കൂടാതെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ അദ്ദേഹത്തിൻ്റെ അളിയനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലാണ് നിയമിച്ചത് കേട്ടോ, അല്ലാതെ ഗവൺമെൻറ്റിലേക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള നിയമനമൊന്നുമല്ല. അദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചത്. സ്വന്തം അളിയനെയാണ് നിയമിച്ചത് എന്നുള്ളത് സത്യമാണ്. സ്വന്തം പെങ്ങളുടെ ഭർത്താവായിട്ടുള്ള ബെന്നി തോമസിനെയാണ് നിയമിച്ചത്. ഈ ബെന്നി തോമസ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വെറുതെ റോട്ടിലേക്ക് പണിയില്ലാതെ നടന്നുകൊണ്ടിരുന്ന ഒരാളല്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയാണ് കണ്ണൂരിലെ. അതിനു മുമ്പ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, അതുപോലെ മണ്ഡലം സെക്രട്ടറിയും ബ്ലോക്ക് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ പാർട്ടിയിൽ പല പല സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ഒരാളാണ്. കൂടാതെ അദ്ദേഹം സണ്ണി ജോസഫിൻ്റെ അളിയൻ കൂടിയാണ് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ എഴുതുന്നത് കണ്ട ഗവൺമെൻറ്റിൽ നിന്ന് ബന്ധു നിയമനം നടത്തി 1.5 ലക്ഷം രൂപ വീതം ലക്ഷക്കണക്കിന് രൂപ മാസം അടിച്ചു മാറ്റുന്നു എന്നാണ്. ലക്ഷക്കണക്കിന് രൂപയൊന്നും അടിച്ചു മാറ്റാനില്ല, ഏതാണ്ട് 1 ലക്ഷം രൂപ കൂടുതൽ ശമ്പളം ഉണ്ടാവുമായിരിക്കും. ആ ശമ്പളം അദ്ദേഹത്തിന് കിട്ടും. അവിടെ പിടിപ്പത് പണിയുണ്ടാവും, രാവിലെ മുതൽ രാത്രി വരെയുള്ള പണിയുണ്ടാവും. മന്ത്രി ഓഫീസൊക്കെ ചെന്ന് നോക്കിയാൽ അറിയാം. സത്യത്തിൽ കാശ് കൊടുത്താൽ പോരാ, കുറച്ചുകൂടി കൂടുതൽ കാശ് കൊടുക്കേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ ശരി തെറ്റുകൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അത് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ പരിശോധിക്കാം. ഇതിപ്പോൾ ഇദ്ദേഹത്തെ വെച്ചില്ല എന്ന് വെക്ക്. ഇപ്പോൾ ഇദ്ദേഹത്തെ വെക്കുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു PSCയിൽ ലിസ്റ്റിലുള്ള ഒരാൾക്ക് കിട്ടേണ്ട നിയമനമാണെങ്കിൽ ഓക്കെ, ശരിയാണ്. ഇദ്ദേഹത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാളുടെ അവസരം നഷ്ടമാകും. ഇദ്ദേഹത്തെ വെച്ചില്ലെങ്കിൽ ഇത് ആർക്ക് കൊടുക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ വെച്ചില്ലെങ്കിൽ ഇതുപോലെ പണിയും വിലയില്ലാതെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് കൊടുക്കും, അല്ലാതെ വേറെ ആർക്ക് കൊടുക്കാൻ? ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കും. അല്ലാതെ ഇത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നേരെ ഇവർ PSC വഴി നിയമനം നടത്തും ഈ പോസ്റ്റിലേക്ക്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയണ കേൾക്കുമ്പോഴത്തേക്കൊന്നേ പുള്ളി നിയമസഭയിലുണ്ടായിരുന്നു, പുള്ളി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല, വിജോയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ പുള്ളി ഒളിച്ചു കിടന്നു എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയൊരു അഴിമതി ഈ സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് വലിയൊരു കാര്യം കൂടി പറയണ്ട. അഴിമതി നടത്താൻ തീരുമാനിക്കണമെങ്കിൽ ഈ പണിയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതിലേക്ക് ഞാൻ വരാം. ഇനി ഇതിന് മുമ്പ് ഇതുപോലത്തെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അന്നും ഞാൻ അമ്പരന്ന് വേണ്ടി ഇവരെന്തിനാണ് ഇത്രയും ഒച്ചപ്പാടെടുക്കുന്നത്. അത് PK ശ്രീമതി ടീച്ചറുടെ മരുമകളെ അവർ കുക്കായിട്ട് നിയമിച്ചു. എനിക്ക് തോന്നണം ഇത്രയും കാലം ഒരു ശമ്പളം ഇല്ലാതെ മരുമകൾ തന്നെ ആയിരിക്കും ജോലി ചെയ്തിട്ടുണ്ടാവുക, കുക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എന്നാൽ കുറച്ച് 5 കൊല്ലമെങ്കിലും ശമ്പളം കിട്ടിക്കൊണ്ടേന്ന് ശ്രീമതി ടീച്ചർ വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിലൊരു അനൗചിത്യം പുറത്ത് പറയുമ്പോണ്ടെങ്കിൽ പോലും ആ ശമ്പളം കിട്ടിക്കൊണ്ടേന്ന് വിചാരിച്ച് അവരെ കുക്കായിട്ട് വെച്ചു. അന്നേരം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ കൂടി വടിയെടുത്തു, പുകിലെടുത്തു. യഥാർത്ഥത്തിൽ ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാനാണ്. ഇതൊക്കെ വളരെ ചെറിയ ചെറിയ ഇഷ്യൂസാണ്. ആ ചെറിയ ചെറിയ ഇഷ്യൂസ് പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇവർ അതിൽ നിങ്ങളെ കുടുക്കിയിടുകയാണ്. ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ നടന്നു പോകും. അതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഇപ്പോൾ കുക്കായിട്ട് വെച്ചു, ആ കുക്കിൻ്റെ ശമ്പളം ആ പുള്ളിക്കാരി കിട്ടിയെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാ? ഇപ്പോൾ PK ശ്രീമതി ടീച്ചറോ അതുപോലെ സണ്ണി ജോസഫോ ഒക്കെ തന്നെ ഈ പറയുന്ന ഇപ്പോൾ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയാണല്ലോ. ഈ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു പോസ്റ്റും കൊടുക്കണ്ട. ഈ ബെന്നി തോമസ് എന്ന് പറയുന്ന ആൾക്ക് ഒരു പോസ്റ്റും കൊടുക്കണ്ട. പകരം അദ്ദേഹം വെറുതെ ഓഫീസിൽ വന്നിരുന്ന ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂലേ? ഈ വിദ്യുച്ഛക്തി വകുപ്പ് വഴി നടത്തുന്ന നിരവധി പദ്ധതികൾ, അതിൻ്റെ ട്രാൻസ്ഫറുകൾ, അതിൻ്റെ വലിയ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, അതിൽ കോൺട്രാക്റ്റ് കൊടുക്കുന്ന ആളുകളുടെ വരുമാനം, ഇതൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷമൊന്നും മേടിക്കേണ്ട കാര്യമില്ല. കോടികൾ തന്നെ ഉണ്ടാക്കുക. വെറുതെ എന്തിനാണ് ലക്ഷങ്ങളൊക്കെ മേടിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം. ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെയുള്ള ഈ പറയുന്ന യൂണിയനുകൾ ഓരോ തവണ ഓരോ വർഷവും ഓരോ ഡയറിയും കലണ്ടറും അതുപോലെയുള്ളതൊക്കെ അടിക്കും. എത്ര കോടി രൂപയുടെ, ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യമാണ് അതിന് കിട്ടുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഈ ഇലക്ട്രിസിറ്റി വകുപ്പിലെ കോൺട്രാക്ടേഴ്സാണ്. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ മുമ്പിൽ വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാതെ, ഇതൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കുമല്ലോ കുക്കായിട്ട് എന്ത് ചെയ്യുന്നത്. നിങ്ങളൊന്നും കൂടെ ശരിയാണ്. ഇപ്പോൾ ഒരു ധാർമ്മികമായി ശരിയാണോ ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ വലിയ വിഷയമാണ്. പക്ഷെ പ്രശ്നം ഇതൊരു അത്രമാത്രമൊന്നും ഊതിക്കത്തിക്കേണ്ട വിഷയമല്ല. ഇപ്പം ഇതൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കുമല്ലോ എന്ത് ചെയ്യണത്. എൻ്റെ മരുമകൾക്ക് കുക്കായിട്ട് അവിടെ ഇരുന്നോട്ടെ, ആ ശമ്പളം കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഈ വലിയ അഴിമതികൾ നടത്താത്തവരായിരിക്കും, ഇല്ലേ? വലിയ അഴിമതി നടത്തണവൻ എന്തിനാണ് ഈ പറഞ്ഞ പോലെ അവിടെ ഡെപ്യൂട്ടി സെക്രട്ടറി, മറ്റേ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിന്നാൽ മതി. നിൽക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, കാരണം സ്വന്തം അളിയനാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ഇപ്പം നിങ്ങളൊന്ന് വളരെ ലളിതമായിട്ടൊന്ന് ആലോചിച്ച് നോക്കും. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എത്ര രൂപ കൈക്കൂലി കിട്ടുമെന്ന് ആലോചിച്ച് നോക്കും.
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എത്ര രൂപ കൈക്കൂലി? നിങ്ങൾക്കറിയാൻ പാടില്ലാത്തൊരു ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന്, ഒരു ഈ പറഞ്ഞ പോലെ വലിയ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് കണക്ഷൻ കൊടുക്കുന്നതിന്, ആ കണക്ഷനിലുള്ള റീഡിങ് ഈ പറയുന്ന പോലെ തെറ്റിക്കുന്നതിന്, ഇങ്ങനെയൊക്കെ നൂറുകണക്കിന് സാധ്യതകൾ അതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി കിട്ടുന്നതിന് വരെ വലിയ കൈക്കൂലി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ ട്രാൻസ്ഫർ മാത്രം നോക്കിയാൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അളിയനെ എടുത്ത് ഇവിടെ വെച്ച് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഇത് ഒരു ഇടക്കാരോ ആളെ വെച്ചാൽ മതി. ഈ നാട്ടിലുള്ള ആളുകൾ എന്തോരം അഴിമതി നടത്തിയേക്കണം. അവരൊന്നും ബന്ധുക്കളെ കൊണ്ടുവന്ന് സ്റ്റാഫായിട്ട് വെച്ചിട്ടില്ല. പക്ഷെ അവരൊക്കെ വലിയ അഴിമതിക്കാരായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. അവരൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ കോടികൾ സമ്പാദിച്ചതെന്ന് നിങ്ങൾ അറിയണം. അതൊന്നും ചർച്ച ചെയ്യാതെ നമ്മളിപ്പോൾ എന്താണ്, പിന്നെ ഇതൊക്കെ ഒരു PSC നിയമനമാണ്, ഒരു മന്ത്രി നിയമനമാണെങ്കിൽ നമുക്ക് പറയാം. ഇത് ഇദ്ദേഹമല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ പുള്ളിക്ക് താല്പര്യമുള്ള ആളെ തന്നെ എടുത്തു നോക്കുകയുള്ളൂ. പുള്ളിക്ക് താല്പര്യമുള്ള, പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരാളെ എടുത്തു നോക്കുള്ളൂ. കാരണം വിശ്വസ്തനായിട്ടുള്ള ഒരാൾ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വിശ്വസ്തനായിട്ടുള്ള ഒരാളെ തന്നെ വേണം. കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഒരാളെ അവിടെ നിന്ന് വെക്കാൻ പറ്റുള്ളൂ. അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ഭയങ്കര പർവ്വതീകരിച്ച് ധാർമ്മികതയുടെ വലിയ ചോദ്യമായി നമ്മുടെ മുമ്പിലേക്ക് വെറുതെ ഇടാണ്. ഇതൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനേക്കാൾ കോടികൾ അപ്പുറത്തൂടെ ഒഴുകി പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം നിങ്ങളൊന്ന് അന്വേഷിക്കും. പല യൂണിയനുകളും അവിടെ ഡയറി ഇറക്കുന്നു, കലണ്ടർ ഇറക്കുന്നു, ഇത്തരം കാര്യങ്ങൾ ഇറക്കുന്നു. എവിടെ നിന്നാണ് ഈ പരസ്യം കിട്ടുന്നത്, എത്ര രൂപ പരസ്യം കിട്ടേണ്ടത് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ആരൊക്കെയാണ് ഈ പറഞ്ഞ പോലെ KSEBിയുടെ ഏറ്റവും വലിയ കോൺട്രാക്ടേഴ്സ്, 500 കോടി രൂപയുടെ 1000 കോടി രൂപയൊക്കെ പവർ പ്രൊജക്റ്റുകളുടെയൊക്കെ കോൺട്രാക്ട്സ് ആരാണ്, അതിൻ്റെ മെയിൻ്റനൻസ് ആരാണ് ചെയ്യുന്നത്, സിവിൽ വർക്കുകളുടെ കോൺട്രാക്ട് ആരാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും പിടിക്കാതെ 1 ലക്ഷം രൂപ വീതം എന്ത് ചെയ്യുന്നു ഈ ഗവൺമെൻറ് അല്ലേ, ഏത് ഗവൺമെൻറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മറ്റേ VD ശേഷം വന്നതിന് ശേഷം പറയുന്നത് എനിക്ക് വേണ്ടി പുതിയ വണ്ടി മേടിക്കണ്ട. പുതിയ വണ്ടി മേടിച്ചാലൊന്നും കുഴപ്പമില്ല. വണ്ടി ഇനിയിപ്പോൾ സത്യം ഞാൻ പറയുന്ന ഒരു റേഞ്ച് റോവർ മേടിച്ചാൽ പോലും ഇത്രയും കാശ് വരാനുള്ളൂ. 2 ലക്ഷം കോടി രൂപയുടെ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് ഒരു 3.5 കോടി എടുത്തൊരു വണ്ടി മേടിച്ചു എന്ന് വെച്ചാൽ എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. തൊട്ടപ്പുറത്ത് പിന്നെ തമിഴ്നാട്ടിലും അതുപോലെ കർണാടകത്തിലൊക്കെ ഇതുപോലെയുള്ള വണ്ടികൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉപയോഗിക്കുന്ന ബെൻസാണ്, സ്വന്തം വണ്ടിയാണ്, ഞാൻ അതിൻ്റെ പുറത്ത് ബോർഡ് വെച്ചേക്കാന്ന് പറയണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും ആർക്കെതിരെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി മര്യാദക്കാരായിട്ടുള്ള, കുറച്ചുകൂടി ഈ പറയുന്ന പോലെ പ്രോപ്പറായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ, അവർക്കെതിരെയാണ് ഇതെല്ലാം ഉപയോഗിക്കപ്പെടുന്നത്. അതേസമയം വലിയ വില്ലന്മാരൊക്കെ രക്ഷപ്പെടും. ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത്, ഈ മാധ്യമങ്ങളൊന്നും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? 70 കോടി രൂപ കരിമണൽ കടത്തടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ. അവരെക്കുറിച്ച് എന്താ ഇവർക്ക് ചോദ്യമില്ലാത്തത്? 50 ലക്ഷം വീതം കുഞ്ഞാലിക്കുട്ടി എത്രയോ തവണ മേടിച്ചു, എന്താ ചോദ്യമില്ലാത്തത്? അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങളെ പറ്റിക്കാനുള്ള ഒരു അഭ്യാസവും ഈ പറഞ്ഞ പോലെ തരികിടയുമാണ്. ഞാൻ പലപ്പോഴും നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എതിർത്തിട്ട്, പിന്നെ പലപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ എതിർത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ PM മാർഷോയുടെ കല്യാണം കഴിഞ്ഞു. എന്നാൽ ആലോചിച്ച് നോക്ക്. ആ പെൺകുട്ടി ശരിയാണ്, ആ പെൺകുട്ടിക്ക് ഒരു തെറ്റ് പറ്റി, അതൊരു വ്യാജമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. തെറ്റാണ്, ശരിയാണ്. ഞാനടക്കം വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ കളിയാക്കിയിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ അതിൻ്റെ പുറത്ത് അറിയണം. ആ പെൺകുട്ടി ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഡിസ്പ്രപ്പോർഷനേറ്റായി വളരെ മോശമായിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം ശരിയാണ്, അത് ജയിലിൽ കിടക്കേണ്ടി വന്നു. പാവം, എനിക്കടക്കം അന്നങ്ങനെ പറഞ്ഞു പോയതിൽ വലിയ കുറ്റബോധമുണ്ട്. എന്താ കാര്യമെന്ന് അറിയോ നിങ്ങൾക്ക്? അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റല്ല, അതൊരു ഗസ്റ്റ് ലെക്ചറിൻ്റെ പോസ്റ്റാണ്. ആ ഗസ്റ്റ് ലെക്ചറിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു തരികിട കാണിച്ചത് തരികിട തന്നെയാണ്, ആ കാര്യം സംശയമൊന്നുമില്ല. തരികിട കാണിച്ചിട്ട് എന്ത് ചെയ്തത്, ഒരു മറ്റേ ഇല്ലാത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ ഇല്ലാത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്താണ്, ആ പോസ്റ്റ് കിട്ടിയാൽ പോലും എന്താണ്, അതവിടെ പോയി പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്ന ദിവസത്തെ ശമ്പളം മാത്രം ഇങ്ങോട്ട് കിട്ടുള്ളൂ. പക്ഷെ അത് നമ്മുടെ കേരളത്തിലെ വലിയ വിഷയമാക്കി മാധ്യമങ്ങൾ മാറ്റുകയും, എന്നാൽ ഈ 70.38 കോടി രൂപ കരിമണൽ കടത്തടയിൽ നിന്ന് മേടിച്ചത് വിഷയമാക്കി മാറ്റാതിരിക്കുകയും കറുത്ത ഖനനം ചെയ്തിട്ട് പോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന തരികിട ഉണ്ടല്ലോ, ആ തരികിടയിൽ നിങ്ങൾ വീണു പോകരുത്, കുറച്ച് പേരെങ്കിലും എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ വിഷമം ഉണ്ടാവും. പക്ഷേ എങ്കിലും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ, ഒന്ന് കേട്ടാൽ മതി. ഈ പൂക്കി മുഖ്യൻ, അതുപോലെ തന്നെ ഇത് കാറ് വേണ്ടാത്ത മുഖ്യൻ, അതുപോലെ മറ്റേ യതീഷ് ചന്ദ്രയോട് ഇനി ഗാർഡ് ഓഫ് ഓണർ വേണ്ടെന്ന് പറയുന്ന മുഖ്യൻ, ഇതുപോലെയുള്ള തരികിട നമ്പറുകളാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മുരളീധരൻ മിഠായി ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ജാതി കാണിച്ചു എന്ന് പറയുന്നത് ഇതൊന്നും അല്ലെന്നേ. ഈ നാട്ടിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ള,
അതുപോലെ ഈ നാട്ടിൽ നടക്കുന്ന പട്ടിണി മരണങ്ങൾ അവസാനിപ്പിക്കാൻ, ഈ നാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹക്കാർക്ക് ഷെഡ്യൂൾഡ് ട്രൈബ്സിനും എന്ത് ഉന്നമനം ഉണ്ടാക്കുന്നു എന്ന് ചോദിക്കാനൊന്നും ഈ നാട്ടിൽ ആരുമില്ല. പകരം ഇതുപോലെയുള്ള ഈ പറയുന്ന പോലെ വളരെ ട്രിവിയലായ നിസ്സാരമായിട്ടുള്ള ഇഷ്യൂസാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത്. കാരണം 16 കോടി രൂപ 38 ലക്ഷം രൂപ മേടിച്ചത് മാധ്യമങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ഇതേപോലെയുള്ള ട്രപ്പീസ് കളികളോ അഭ്യാസങ്ങളോ ഒക്കെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കും. അത് കണ്ടിട്ട് നമ്മളൊക്കെ അതിൻ്റെ പുറകെ പോയിട്ട് എന്തൊരു മനോഹരം, ചിലപ്പോൾ നമ്മളൊരു ഗംഭീരം എന്ന് വിചാരിക്കും. ഏത് മുഖ്യമന്ത്രി ഒരു ചിരിയിരിക്കുന്നത് ഗംഭീരം, ഭരണം എന്തായി അത് ചോദിക്കരുത്. അതുപോലെ തന്നെ ചിരിച്ചില്ലെങ്കിൽ എന്താണ് അത് വലിയ പ്രശ്നം എന്നുള്ളത് നമ്മൾ എന്ത് ഉയർത്തി കാണിക്കും. ഇത് തന്നെയാണ് കടക്ക് പുറത്തു മുതൽ പൂക്കി മുഖ്യം വരെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മറക്കരുത്. അതായത് ആളെ പൊട്ടനാക്കുന്ന പരിപാടിയാണ് മാധ്യമങ്ങളടക്കം കാണിച്ചു. ആളെ ഈ പറയുന്ന പോലെ വിഡ്ഢിയാക്കുന്ന, പൊട്ടനാക്കുന്ന എന്നുള്ള വാക്ക് ഞാൻ പിൻവലിച്ചു, ആളെ വിഡ്ഢിയാക്കുന്ന പരിപാടിയാണ് ഈ മാധ്യമങ്ങളടക്കം കാണിച്ചുകൊണ്ടിരിക്കുന്നത്.